Hi dear friends, welcome to Happy Maths Hour. Happy Maths Hourലേക്ക് സ്വാഗതം. ഞാൻ ആരതി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ 3 മെട്രിസസിൽ ടൈപ്സ് ഓഫ് മെട്രിസസ് എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. Topics covered: column matrix, row matrix, square matrix, diagonal elements, diagonal matrix, scalar matrix, identity matrix, zero matrix. ഇത്രയും ടോപ്പിക് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ടൈപ്സ് ഓഫ് മെട്രിസസ് പഠിക്കുന്നതിന് മുന്നേ പൊസിഷൻ ഓഫ് എലിമെന്റ്സ് ഇൻ എ മെട്രിക്സ് എന്ന വീഡിയോയും ജനറൽ ഫോം ഓഫ് M/N മെട്രിക്സ് എന്ന വീഡിയോയും ദയവായി കാണണം. കാരണം ഞാൻ ഈ വീഡിയോയിൽ പൊസിഷൻ ഓഫ് എലിമെന്റ്സും അതുപോലെ മെട്രിക്സിന്റെ ജനറൽ ഫോമും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അത് നന്നായി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോ ആദ്യം കാണണമെന്ന് പറഞ്ഞത്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. Column matrix. What is a column matrix? Column matrix has only one column. Single column ഉള്ള മെട്രിക്സിനെയാണ് നമ്മൾ കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു 2/1 മെട്രിക്സ്, 3/1 മെട്രിക്സ് അങ്ങനെയൊക്കെ വരുന്ന മെട്രിക്സിനെയാണ് നമ്മൾ കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, റോയുടെ നമ്പർ മാറിക്കൊണ്ടേയിരിക്കുന്നു, പക്ഷേ കോളം എപ്പോഴും 1 ആണ്. ആ ടൈപ്പ് ഓഫ് മെട്രിക്സിനെയാണ് നമ്മൾ കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. കോളം എപ്പോഴും 1 ആയിരിക്കണം, റോയുടെ നമ്പർ എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പൊ 25/1 എന്ന് എഴുതിയാലും അതൊരു കോളം മെട്രിക്സ് ആണ്, കാര്യം 25 റോസും 1 കോളംസ് ഉള്ളൂ. ഇനി നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. ഒരു എ മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇവിടെ എത്ര റോസ് ഉണ്ട്? R1, R2, 2 റോസ്. ഹൗ മെനി കോളം? ഒരേ ഒരു കോളം C1. A is a column matrix of order 2/1. ഇനി ബി മെട്രിക്സ് നോക്കാം. R1, R2, R3 3 റോസും. ഹൗ മെനി കോളം? C1, only 1 column. B is a column matrix of order 3/1. C matrix. C matrix എത്ര റോസ് ഉണ്ട്? R1, R2, R3, R4. 4 rows. How many column? Only 1 column. C1. C is a column matrix of order 4/1. ഇനി ഒരു D matrix കൂടെ നമുക്ക് നോക്കാം. R1, R2, R3, R4, R5. 5 rows, only 1 column C1. Then D is a column matrix of order 5/1. നമുക്കിനി ഒരു കോളം മെട്രിക്സിന്റെ ജനറൽ ഫോം പഠിക്കാം. ഇനി ഓൾറെഡി നമുക്കൊരു M/N മെട്രിക്സിന്റെ ജനറൽ ഫോം അറിയാം. ജനറൽ M/N മെട്രിക്സ് ഈസ് ഗിവൺ ബൈ A = Aij M/N. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചൊരു ഫോമാണ്. ഇനി കോളം മെട്രിക്സ് എന്ന് പറയുമ്പോൾ കോളം മെട്രിക്സിന്റെ പ്രത്യേകത എന്താ? നമുക്ക് ഒരേ ഒരു കോളമേ ഉള്ളൂ. അതായത് n-ന്റെ വാല്യൂ ഓൾവേസ് 1 ആയിരിക്കും. അത് ഫിക്സ്ഡ് ആണ്, അത് മാറത്തില്ല. അപ്പോൾ ഈ M/N എന്നുള്ളിടത്ത് നമുക്ക് എന്ത് എഴുതാം? M/1 ആയി മാറും. M/1. കാര്യം എന്താ? കോളത്തിന്റെ നമ്പർ ഓൾവേസ് 1 ആണ്. അതായത് n = 1, only 1 column. General column matrix is given by A = Aij M/1. Order of a column matrix with m rows is M/1. m rows ഉള്ള ഒരു കോളം മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? M/1. Row matrix. Row matrix has only one row. ഒരേ ഒരു റോ ഉള്ള മെട്രിക്സിനെയാണ് നമ്മൾ റോ മെട്രിക്സ് എന്ന് പറയുന്നത്. സിംഗിൾ റോ, മെനി കോളംസ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 1/2 മെട്രിക്സ്. 1/2 മെട്രിക്സ് നോക്കിക്കേ, റോയുടെ നമ്പർ 1, കോളത്തിന്റെ നമ്പർ 2. അല്ലെങ്കിൽ ഒരു 1/3 മെട്രിക്സ്. 1/3 മെട്രിക്സിലോ റോയുടെ നമ്പർ 1, കോളത്തിന്റെ നമ്പർ 3. അല്ലെങ്കിൽ ഒരു 1/25 എന്നൊരു മെട്രിക്സ്. അവിടെ റോയുടെ നമ്പർ 1, കോളത്തിന്റെ നമ്പർ 25. സിംഗിൾ റോ, മെനി കോളംസ്. അതാണ് റോ മെട്രിക്സിന്റെ കൺസെപ്റ്റ്. നോക്കിക്കേ, ഫസ്റ്റ് എക്സാമ്പിൾ. ഒരേ മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ എത്ര റോ ഉണ്ട്? ഒരേ ഒരു റോ R1. ഹൗ മെനി കോളംസ്? C1, C2, 2 columns. Then A is a row matrix of order 1/2. ഇനി ഒരു മെട്രിക്സ് B തന്നിട്ടുണ്ട്. ഇവിടെ എത്ര റോ ഉണ്ട്? ഒരേ ഒരു റോ R1. ഹൗ മെനി കോളം? C1, C2, C3. B is a row matrix of order 1/3. ഇനി നമുക്കൊരു C മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇവിടെ എത്ര റോ ഉണ്ട്? only 1 റോ R1. എത്ര കോളം ഉണ്ട്? C1, C2, C3, C4. C is a row matrix of order 1/4. ഇനി ഒരു D matrix തന്നിട്ടുണ്ട്.
ഇവിടെ ഒരേ ഒരു റോയേ ഉള്ളൂ R1. എത്ര കോളം ഉണ്ട്? C1, C2, C3, C4, C5. D is a row matrix of order 1/5. Row matrix in the general form പഠിക്കാം. നമുക്കൊരു general m/n matrix ന്റെ form അറിയാം. Already പഠിച്ചിട്ടുണ്ട്. General m/n matrix is given by A equal to Aij m/n. ഇനി ഒരു റോ മെട്രിക്സിന്റെ പ്രത്യേകത എന്താണ്? റോ മെട്രിക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ m always 1 ആയിരിക്കും അല്ലെ? ഒരേ ഒരു റോ മാത്രമേ കാണുള്ളൂ. സോ ദിസ് m/n എന്തായി മാറും? 1/n എന്നായി മാറും. നോക്കിക്കേ, m equal to 1. കാര്യം എന്താ? only 1 row. ഇനി general row matrix is given by A equal to Aij 1/n. അതായത് ഓർഡർ എങ്ങനെ മാറും? 1/n. ഇനി ഒരു കാര്യം കൂടെ, order of a row matrix with n columns is 1/n. n columns ഉള്ള ഒരു റോ മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും? 1/n ആയിരിക്കും. Square matrix. A matrix is said to be a square matrix if number of rows is equal to number of columns. ഒരു മെട്രിക്സിന്റെ കോളത്തിന്റെ എണ്ണവും റോയുടെ എണ്ണവും സെയിം ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് മെട്രിക്സിനെയാണ് നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 1/1 മെട്രിക്സ്. ഇവിടെ നോക്കിക്കേ, നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ അല്ലേ? 1ഉം 1ഉം. അതുപോലെ 2/2 മെട്രിക്സ്, അല്ലെങ്കിൽ 3/3 മെട്രിക്സ്, അല്ലെങ്കിൽ 4/4 മെട്രിക്സ്. ഇതെല്ലാം ഒരു സ്ക്വയർ മെട്രിക്സിന് എക്സാമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ m റോസും m കോളംസും ഉള്ള ഒരു സ്ക്വയർ മെട്രിക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? m/m മെട്രിക്സ്. ഇനി m/n matrix is said to be a square matrix if m equal to n and is known as square matrix of order m. ഒരു m/n matrix എപ്പോഴാണ് ഒരു സ്ക്വയർ മെട്രിക്സ് ആവുന്നത്? m-ന്റെയും n-ന്റെയും വാല്യൂ ഈക്വൽ ആവുമ്പോൾ, m equal to n. അതിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? ഇറ്റ് ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ m എന്ന് മാത്രം പറഞ്ഞാൽ മതി. കാര്യം റോയുടെ എണ്ണവും കോളത്തിന്റെ എണ്ണവും സെയിം അല്ലേ? ഒരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, a equal to 8. Order 1/1 and A is a square matrix of order 1. ഇനി ഒരു B matrix നോക്കാം. ഇവിടെ ഓർഡർ എത്രയാണ്? 2/2. 2/2. B is a square matrix of order 2. C matrix നോക്കാം. C matrixന്റെ ഓർഡർ എത്രയാണ്? 3 റോസും 3 കോളംസും. സോ ഓർഡർ 3/3. C is a square matrix of order 3. ഇനി ഒരു D മെട്രിക്സ് നോക്കാം. ഇവിടെ എത്ര റോസും എത്ര കോളംസും ഉണ്ട്? 4 റോസും 4 കോളംസും ഉണ്ട്. സോ ഓർഡർ എത്രയാണ്? 4/4. സോ D is a square matrix of order 4. ഇനി നമുക്കൊരു സ്ക്വയർ മെട്രിക്സിന്റെ ജനറൽ ഫോം പഠിക്കാം. ജനറൽ m/n മെട്രിക്സ് A is given by A equal to Aij m/n. ഇതാണ് ഒരു ജനറൽ m/n മെട്രിക്സിന്റെ ഫോം. ഇവിടെ സ്ക്വയർ മെട്രിക്സ് ആകുമ്പോഴുള്ള കണ്ടീഷൻ എന്താണ്? m equal to n. That is, the number of rows must be equal to number of columns. അപ്പോൾ ജനറൽ സ്ക്വയർ മെട്രിക്സ് എങ്ങനെ എഴുതാം? A general square matrix is given by A equal to Aij m/m. കാര്യം എന്താ? m/n എന്നുള്ളത് നമുക്ക് മാറ്റി എങ്ങനെ എഴുതാം? m/m എന്ന് എഴുതാം. കാര്യം എന്താണ്? Value of m is equal to n. That is, the number of rows is equal to number of columns. Order of a square matrix with m rows is m. Diagonal elements. ഒരു സ്ക്വയറിന് ഡയഗണൽ ഉള്ള പോലെ നമ്മുടെ സ്ക്വയർ മെട്രിക്സിന് എന്തുണ്ട്? ഡയഗണൽ എലിമെന്റ്സ് ഉണ്ട്. സ്ക്വയർ മെട്രിക്സിന് മാത്രമുള്ള കൺസെപ്റ്റ് ആണ് ഡയഗണൽ എലിമെന്റ്സ്. ഇനി നമുക്കൊരു ജനറൽ സ്ക്വയർ മെട്രിക്സിന്റെ ഫോം നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ജനറൽ ഫോം? A equal to Aij m/m. ഈ സ്ക്വയർ മെട്രിക്സിനകത്ത് നമ്മുടെ ഓരോ എലിമെന്റ് എടുത്ത് നോക്കുമ്പോൾ ഐയുടെ വാല്യൂ ജെയുടെ വാല്യൂ കൂടെ ഈക്വൽ ആയി വരുന്ന എലിമെന്റ്സിനാണ് നമ്മൾ ഡയഗണൽ എലിമെന്റ്സ് എന്ന് പറയുന്നത്. അതായത് എലിമെന്റ്സ് ലൈക്ക് ദിസ് A11, A22, A33, A44 ഇതുപോലെ വരുന്ന എലിമെന്റ്സിനാണ് നമ്മൾ ഡയഗണൽ എലിമെന്റ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഡയഗണൽ എലിമെന്റ്സ് സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കൊരു ജനറൽ 2/2 മെട്രിക്സ് നോക്കാം. അതിലെ ഡയഗണൽ എലിമെന്റ്സ് ആരൊക്കെയാണ് നോക്കാം.
ഇവിടെ ഡയഗണൽ എലിമെന്റ്സ് ആരൊക്കെയാണ്? ഞാൻ റെഡ് കളറിൽ എഴുതിയിട്ടുണ്ട്. A11 ഉം A22 ആണ് ഇവിടുത്തെ ഡയഗണൽ എലിമെന്റ്സ്. ബാക്കി രണ്ട് എലിമെന്റ്സ് അതായത് A12 A21 എന്താണ്? നോൺ ഡയഗണൽ എലിമെന്റ്സ്. ഇനി നമുക്കൊരു ജനറൽ 3x3 മെട്രിക്സ് കൺസിഡർ ചെയ്യാം. 3x3 മെട്രിക്സിലെ ആരൊക്കെയാണ് ഡയഗണൽ എലിമെന്റ്സ്? ഞാൻ ഇവിടെ റെഡ് കളറിൽ തന്നെ എഴുതിയിട്ടുണ്ട്. A11 A22 A33 ഇത് മൂന്നുമാണ് ഇവിടുത്തെ 3x3 മെട്രിക്സിന്റെ ഡയഗണൽ എലിമെന്റ്സ്. ബാക്കി എല്ലാ എലിമെന്റ്സ് എന്താണ്? നോൺ ഡയഗണൽ എലിമെന്റ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 4x4 മെട്രിക്സിന്റെ ഡയഗണൽ എലിമെന്റ്സ് ആരൊക്കെയായിരിക്കും? A11 A22 A33 A44. അങ്ങനെയാണെങ്കിൽ ഒരു 5x5 മെട്രിക്സിന്റെ ഡയഗണൽ എലിമെന്റ്സ് ആരൊക്കെയായിരിക്കും? A11 A22 A33 A44 A55. മനസ്സിലായല്ലോ? If A equal to Aij m by m is a square matrix of order m, A11 A22 A33 A44 A55 up to AMM constitute the diagonal elements. അതുപോലെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഒരു സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഡയഗണൽ എലിമെന്റ് കൺസെപ്റ്റ് ഉള്ളൂ. അതേപോലെ നമ്മൾ ഈ വേറെ ഇപ്പൊ 2x3 മെട്രിക്സ് എന്നൊക്കെ നമ്മൾ എഴുതുമ്പോൾ A11 A12 A13 A21 A22 A23 ഈ ഐയും ജെയും ഒക്കെ ഈക്വൽ ആയിട്ട് വരുന്ന എലിമെന്റ്സ് തന്നെയാണ് A11 ഉം A22. പക്ഷെ ഇത് വെച്ചിട്ട് നമുക്ക് ഈ മെട്രിക്സിന്റെ ഡയഗണൽ ഫോം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഡയഗണൽ എലിമെന്റ്സ് എന്ന് വിളിക്കാൻ പറ്റില്ല. അതേസമയം ഒരു സ്ക്വയർ മെട്രിക്സ് ആവുമ്പോൾ A11 A12 A21 A22 ഇത് വെച്ചിട്ട് നമുക്ക് ഈ A11 ഉം A22 വെച്ചിട്ട് നമുക്ക് ഈ സ്ക്വയർ മെട്രിക്സിന്റെ ഒരു ഡയഗണൽ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് ഡയഗണൽ എലിമെന്റ്സിന്റെ കൺസെപ്റ്റ്. Write the diagonal elements of given matrices. നമുക്കൊരു മെട്രിക്സ് A തന്നിട്ടുണ്ട്. ഇതിന്റെ ഡയഗണൽ എലിമെന്റ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാം? ഈ സ്ക്വയർ മെട്രിക്സിന്റെ ഡയഗണൽ അങ്ങ് വരച്ച് നോക്കിയാൽ മതി. 1 ഉം 7 ഉം ഞാൻ കുറച്ചുകൂടി മനസ്സിലാവാനായിട്ട് ഡയഗണൽ എലിമെന്റ്സിനെ റെഡ് കളറിൽ എഴുതിയിട്ടുണ്ട്. ഡയഗണൽ എലിമെന്റ്സ് ഏതൊക്കെയാണ്? 1 ഉം 7 ഉം. ഇനി നമുക്ക് ഈ ബി മെട്രിക്സിന്റെ ഡയഗണൽ എലിമെന്റ്സ് കണ്ടുപിടിക്കാം. ഏതൊക്കെയാണ് ഡയഗണൽ എലിമെന്റ്സ്? ജസ്റ്റ് നമുക്ക് ഡയഗണൽ വരച്ച് നോക്കാം. -1 -2 4. മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഡയഗണൽ എലിമെന്റ്സ് ഞാൻ ഇവിടെ റെഡ് കളറിൽ എഴുതിയിട്ടുണ്ട്. ആരൊക്കെയാണ് ഡയഗണൽ എലിമെന്റ്സ്? -1 -2 4. ഇനി ഈ ഡി മെട്രിക്സിന്റെ ഡയഗണൽ എലിമെന്റ്സ് ആരൊക്കെയായിരിക്കും? ഡി മെട്രിക്സിന്റെ ഡയഗണൽ എലിമെന്റ്സ് എഴുതാൻ വളരെ സിമ്പിൾ ആണ്. അതിന്റെ ഡയഗണൽ വരച്ച് നോക്കിയാൽ മതി. 1 6 11 16. മനസ്സിലാവാനായിട്ട് ഞാനത് റെഡ് കളറിൽ ആൻസറിൽ എഴുതിയിട്ടുണ്ട്. 1 6 11 16. ഡയഗണൽ എലിമെന്റ്സ് ആർ 1 6 11 and 16. Diagonal matrix. A square matrix A equal to Aij m by m is said to be a diagonal matrix if all its non-diagonal elements are 0. അതായത് ഒരു സ്ക്വയർ മെട്രിക്സ് എപ്പോൾ ഒരു ഡയഗണൽ മെട്രിക്സ് ആവും? അതിന്റെ നോൺ ഡയഗണൽ എലിമെന്റ്സ് എല്ലാം 0 ആയിരിക്കണം. അതായത് ഡയഗണൽ എലിമെന്റ്സിന് മാത്രമേ വാല്യൂ ഉള്ളൂ. നോൺ ഡയഗണൽ എലിമെന്റ്സ് എല്ലാം 0. അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. A equal to 4. A equal to 4 ഒരേ ഒരു എലിമെന്റ് മാത്രമേ ഉള്ളൂ അല്ലെ? ആ A equal to 4 എന്ന് പറയുന്നത് ഡയഗണൽ മെട്രിക്സ് ഓഫ് ഓർഡർ 1. ഇനി മെട്രിക്സ് ബി. ഈ മെട്രിക്സ് ബിയിൽ നോക്കിക്കേ, ഡയഗണൽ എലിമെന്റ്സിന് മാത്രമേ നമുക്ക് വാല്യൂ ഉള്ളൂ ഇല്ലേ? ബാക്കി നോൺ ഡയഗണൽ എലിമെന്റ്സ് രണ്ടും എന്താണ്? 0 ആണ്. സോ മെട്രിക്സ് ബി ഇസ് എ ഡയഗണൽ മെട്രിക്സ് ഓഫ് ഓർഡർ 2. ഇനി മെട്രിക്സ് സി. മെട്രിക്സ് സി നോക്കിക്കേ, ഹിയർ ഓൾസോ നമ്മുടെ ഡയഗണൽ എലിമെന്റ്സിന് മാത്രമേ വാല്യൂ ഉള്ളൂ. ഈ ഡയഗണൽ എലിമെന്റ്സ് മാത്രമേ വാല്യൂ ഉള്ളൂ. റെസ്റ്റ് നോൺ ഡയഗണൽ എലിമെന്റ്സ് എല്ലാം 0 ആണ്. സോ സി ഇസ് എ ഡയഗണൽ മെട്രിക്സ് ഓഫ് ഓർഡർ 3. ഇനി ഡി മെട്രിക്സ് നോക്കിക്കേ, ഡി മെട്രിക്സിലും ഡയഗണൽ എലിമെന്റ്സിന് മാത്രമേ വാല്യൂ ഉള്ളൂ. നോൺ ഡയഗണൽ എലിമെന്റ്സ് എല്ലാം ആരാണ്? 0 ആണ്. സോ ഡി ഇസ് എ ഡയഗണൽ മെട്രിക്സ് ഓഫ് ഓർഡർ 4. ഇനി നമുക്കൊരു ഡയഗണൽ മെട്രിക്സിന്റെ ജനറൽ ഫോം പഠിക്കാം. നമുക്ക് ഓൾറെഡി അറിയാം സ്ക്വയർ മെട്രിക്സ് A is given by A equal to Aij m by m. ഇനി എപ്പോഴാണ് ഒരു സ്ക്വയർ മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആയി മാറുന്നത്? നമ്മുടെ ഡയഗണൽ എലിമെന്റ്സിന് മാത്രം വാല്യൂ ഉള്ളപ്പോൾ. എന്താണ് ഈ ഡയഗണൽ എലിമെന്റ്സ്?
ഐയുടെ വാല്യൂ ജെക്ക് ഈക്വൽ ആവുന്ന എലിമെന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡയഗണൽ എലിമെന്റ്സ് പറയുന്നത്. അതായത് A11, A22, A33 ഇങ്ങനത്തെ എലിമെന്റ്സിനെയാണ് നമ്മൾ ഡയഗണൽ എലിമെന്റ്സ് പറയുന്നത്. ഇനി എന്താണ് നോൺ ഡയഗണൽ എലിമെന്റ്സ്? I നോട്ട് ഈക്വൽ ടു ജെ ആയിട്ട് വരുന്ന എലിമെന്റ്സിനെയാണ് നമ്മൾ നോൺ ഡയഗണൽ എലിമെന്റ്സ് പറയുന്നത്. അതായത് A12, A21, A31, A32 ഇങ്ങനെ വരുന്ന എലിമെന്റ്സിനെ നമ്മൾ നോൺ ഡയഗണൽ എലിമെന്റ്സ് പറയും. ഇനി നമ്മളുടെ ഡയഗണൽ മെട്രിക്സിന്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയോ? ഈ നോൺ ഡയഗണൽ എലിമെന്റ്സ് ആർ ഓൾവേസ് 0. അതായത് Aij equal to 0 when I not equal to j. A square matrix A is said to be a diagonal matrix if Aij equal to 0 when I not equal to j. ഈ കണ്ടീഷൻ എന്താണ് സൂചിപ്പിക്കുന്നത്? നോൺ diagonal elements are 0. Non-diagonal elements are 0. മനസ്സിലായല്ലോ? Scalar matrix. Scalar matrix is a diagonal matrix in which all its diagonal elements are equal. ഇത് സ്കേലാർ മെട്രിക്സ് എന്ന് പറയുന്ന ഒരു ഡയഗണൽ മെട്രിക്സ് തന്നെയാണ്. വാട്ട് ഈസ് ദ കണ്ടീഷൻ? ഓൾ ഡയഗണൽ എലിമെന്റ്സ് ആർ ഈക്വൽ. എല്ലാ ഡയഗണൽ എലിമെന്റ്സും ഈക്വൽ ആണെങ്കിൽ അങ്ങനത്തെ മെട്രിക്സിനെ നമുക്ക് എന്തെന്ന് പറയാം? സ്കേലാർ മെട്രിക്സ് എന്ന് പറയാം. എക്സാമ്പിൾ 1, A equal to matrix 5. A is a scalar matrix of order 1. ഇനി സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. മെട്രിക്സ് B. നോക്കിക്കേ, ഇവിടെ ഡയഗണൽ എലിമെന്റ്സ് എല്ലാം ഈക്വൽ അല്ലേ? -2, -2. B is a scalar matrix of order 2. ഇനി മെട്രിക്സ് C നോക്കിക്കേ. സിയിലും ഡയഗണൽ എലിമെന്റ്സ് എല്ലാം ഈക്വൽ അല്ലേ? √7, √7, √7. C is a scalar matrix of order 3. ഇനി നമുക്കൊരു സ്കേലാർ മെട്രിക്സിന്റെ ജനറൽ ഫോം പഠിക്കാം. In general, A equal to Aij m by m is a square matrix of order m is said to be a scalar matrix if Aij equal to k when I equal to j and Aij equal to 0 when I not equal to j. ഇതിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലായോ? അതായത് Aij equal to k when I equal to j എന്ന് പറഞ്ഞാൽ all diagonal elements equal to some value k. All diagonal elements equal to some value k. അതുപോലെ Aij equal to 0 when I not equal to j എന്ന് പറഞ്ഞാൽ എന്താണ്? All non-diagonal elements are 0. All non-diagonal elements are 0. ഇത്രയേ ഉള്ളൂ. Identity matrix. Identity matrix is a diagonal matrix in which all its diagonal elements are equal to 1. Identity matrix പറയുന്നത് ഒരു diagonal matrix തന്നെയാണ്. What is the condition? Diagonal elements are always equal to 1. ഇനി വേറൊരു രീതി നമുക്ക് പറയാം. Identity matrix is a square matrix in which all its diagonal elements are equal to 1 and rest all are 0. That means ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് തന്നെയാണ്. വാട്ട് ഈസ് ദ കണ്ടീഷൻ? ഓൾ ഡയഗണൽ എലിമെന്റ്സ് ആർ ഈക്വൽ ടു 1 ആൻഡ് നോൺ ഡയഗണൽ എലിമെന്റ്സ് ആർ 0. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 1, A equal to 1 is an identity matrix of order 1. ഇനി എക്സാമ്പിൾ B നോക്കിക്കേ. ഇവിടെ നമ്മുടെ ഡയഗണൽ എലിമെന്റ്സ് ആർ ഓൾവേസ് ഈക്വൽ ടു 1, നോൺ ഡയഗണൽ എലിമെന്റ്സ് 0 ആണ്. സോ B is an identity matrix of order 2. ഇനി നമുക്കൊരു സി മെട്രിക്സ് നോക്കാം. സി മെട്രിക്സ് നോക്കിക്കേ. ഡയഗണൽ എലിമെന്റ്സിന്റെ എല്ലാം വാല്യൂ 1 ആൻഡ് നോൺ ഡയഗണൽ എലിമെന്റ്സ് എല്ലാം 0. സോ സി ഈസ് ആൻ ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3. ഇനി നമുക്കൊരു ജനറൽ ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഫോം ഡിസ്കസ് ചെയ്യാം. In general, a matrix A equal to Aij m by m is a square matrix of order m is said to be an identity matrix if Aij equal to 1 when I equal to j and Aij equal to 0 when I not equal to j. ഇതിന്റെ മീനിങ് എന്താണ്? Aij equal to 1 when I equal to j എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലിമെന്റ്സ് എന്താണ്? ഡയഗണൽ എലിമെന്റ്സ് ഈക്വൽ ടു 1. അതുപോലെ തന്നെ Aij equal to 0 when I not equal to j എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? നോട്ട് ഡയഗണൽ
elements equal to 0. ഇതാണ് ഒരു general identity matrix ന്റെ form. A scalar matrix is an identity matrix when k equal to 1. But every identity matrix is a scalar matrix. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു സ്കേലാർ മെട്രിക്സ് എപ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് ആവും? അതിന്റെ k യുടെ വാല്യൂ 1 ആകുമ്പോൾ. പക്ഷേ എല്ലാ ഐഡന്റിറ്റി മെട്രിക്സും ഓൾവേസ് ഒരു സ്കേലാർ മെട്രിക്സ് ആണ്. ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്കറിയാം ഒരു സ്കേലാർ മെട്രിക്സിന്റെ കണ്ടീഷൻ എന്താ? aij ഈക്വൽ ടു k for I ഈക്വൽ ടു j. അതായത് ഡയഗണൽ എലിമെന്റ്സിന്റെ വാല്യൂ k ആണ്. അതുപോലെ aij ഈക്വൽ ടു 0 when I not equal to j. അതായത് നോൺ ഡയഗണൽ എലിമെന്റ്സ് എല്ലാം 0. ഇനി നമുക്ക് ഈ k യുടെ വാല്യൂ ഉണ്ടല്ലോ, k യുടെ വാല്യൂ 1 ആയി എന്ന് വിചാരിക്കാം. k യുടെ വാല്യൂ 1 ആവുമ്പം എന്താവും? aij ഈക്വൽ ടു 1 when I equal to j and aij equal to 0 when I not equal to j. ഇത് ആരുടെ കണ്ടീഷൻ ആണ്? ഐഡന്റിറ്റി മെട്രിക്സ്. ഇത്രേ ഉള്ളൂ ഫസ്റ്റ് സെന്റൻസ്. അതായത് സ്കേലാർ മെട്രിക്സ് ഈസ് ആൻ ഐഡന്റിറ്റി മെട്രിക്സ് when k equal to 1. But every identity matrix is a scalar matrix. അതെന്താണ് every identity matrix is a scalar matrix എന്ന് പറയുന്നത്? നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഒരു 2x2 ഐഡന്റിറ്റി മെട്രിക്സ് നോക്കിക്കേ. 1 0 0 1. എന്താണ് ഇവിടെ? ഓൾവേസ് ഡയഗണൽ എലിമെന്റ്സ് ഈക്വൽ അല്ലേ? അതായത് സ്കേലാർ മെട്രിക്സിന്റെ കണ്ടീഷൻ എന്താണ്? ഡയഗണൽ എലിമെന്റ്സ് മസ്റ്റ് ബി ഈക്വൽ, ഓൾവേസ് ഈക്വൽ. ഇതാ ഒരു 3x3 ഐഡന്റിറ്റി മെട്രിക്സ് നോക്കിക്കേ. 3x3 ഐഡന്റിറ്റി മെട്രിക്സിലും എന്താണ്? ഡയഗണൽ എലിമെന്റ്സ് ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് ജനറലി എന്ത് പറയാം? ഒരു ഐഡന്റിറ്റി മെട്രിക്സ് എപ്പോഴും ഒരു സ്കേലാർ മെട്രിക്സ് ആണ്. പക്ഷേ ഒരു സ്കേലാർ മെട്രിക്സ് എപ്പം ഐഡന്റിറ്റി മെട്രിക്സ് ആവും? അതിന്റെ k യുടെ വാല്യൂ 1 ആകുമ്പോൾ മാത്രം. Zero matrix. A matrix is a zero matrix if all its elements are 0. നമ്മുടെ ഒരു മെട്രിക്സിലെ എല്ലാ എലിമെന്റ്സും 0 ആണെങ്കിൽ ആ മെട്രിക്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? സീറോ മെട്രിക്സ് എന്ന് വിളിക്കാം. Zero matrix is also called as null matrix. Zero matrixന്റെ മറ്റൊരു പേരാണ് null matrix. ഇനി ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ ഞാൻ ഒരുപാട് എക്സാമ്പിൾസ് സീറോ മെട്രിക്സിന് എഴുതിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് എക്സാമ്പിൾ സീറോ മെട്രിക്സിന്റെ ഓർഡർ നമുക്ക് 1 ആയിട്ട് എടുക്കാം. ഇത് സീറോ മെട്രിക്സ് ഓഫ് ഓർഡർ 2x2. ഇത് സീറോ മെട്രിക്സ് ഓഫ് ഓർഡർ 2x3. ഇത് സീറോ മെട്രിക്സ് ഓഫ് ഓർഡർ 3x2. ഇത് സീറോ മെട്രിക്സ് ഓഫ് ഓർഡർ 3x3. ഇങ്ങനെ ഏത് ഓർഡറിൽ ഉള്ള സീറോ മെട്രിക്സ് വേണമെങ്കിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഇനി സീറോ മെട്രിക്സ് ഈസ് ഡിനോട്ടഡ് ബൈ ഈ ഒരു വലിയ ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന സീറോ വെച്ചിട്ടാണ് നമ്മൾ സീറോ മെട്രിക്സ് ഡിനോട്ട് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു. ടേക്ക് കെയർ ആൻഡ് ബൈ.